പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ദുആഇന് ഇജാബത്തുള്ളതും അല്ലാഹു തആല അതിലെ സൽക്കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെയൊക്കെ ദുആ കബൂൽ ചെയ്യുമാറാകട്ടെ. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസവും വെള്ളിയാഴ്ചയും ഒക്കെ ഒന്നിച്ചു വരുന്ന വളരെ മനോഹരമായ ഒരു ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ദുൽഹജ്ജ് മാസം അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതയൊക്കെ കഴിഞ്ഞ ജുമുഅ പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. മറ്റു മാസങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മുടെ മുൻഗാമികൾ ധാരാളമായി അമൽ ചെയ്തിരുന്ന പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ എങ്ങനെയാണോ അമൽ ചെയ്തത് അതുപോലെ കാണുകയും പരിഗണിക്കുകയും ഇബാദത്തു ചെയ്യുകയും ചെയ്ത ദിവസങ്ങളാണ് പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതിൽ നിന്ന് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദുൽഹജ്ജ് 8 യൗമുത് തർവിയ വളരെ ശ്രേഷ്ഠമായ ദിവസമാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ പ്രാരംഭ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് മിനയിലേക്ക് ഹാജിമാർ എത്തുന്ന ദിവസം പരിശുദ്ധമായ യൗമുത് തർവിയയുടെ ദിവസത്തിലാണ്. ആ ദിവസത്തെ ദുആ വളരെ ശ്രേഷ്ഠമായ ദുആയാണ്. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 രാത്രികൾ ഹയാത്താക്കിയവന് സ്വർഗം നിർബന്ധമായി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിലെ ഒരു രാത്രിയായി എണ്ണിയത് യൗമുത് തർവിയയുടെ രാത്രിയാണ്. 5 രാത്രികൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയ ആളിന് സ്വർഗം വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമായി എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ എണ്ണപ്പെട്ട രാത്രിയാണ് ദുൽഹജ്ജ് 8ന്റെ രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലേക്ക് മിനയിലേക്ക് എത്തിച്ചേരുന്ന ഹാജിമാരുടെ സംഘങ്ങൾ തൽബിയത്തും ചൊല്ലി വരുന്ന മനോഹരമായ കാഴ്ചകൾ, അത് നിറയുന്ന ലോകം മുഴുവനും അവരുടെ ശ്രദ്ധ മുഴുവനും പരിശുദ്ധമായ കഅബാലയത്തിനെ ചുറ്റിപ്പറ്റി പരിശുദ്ധമായ അറഫയിലേക്ക് തിരിഞ്ഞ് ഹാജിമാരുടെ കർമ്മങ്ങളിൽ കണ്ണുടക്കുന്ന ഈ മനോഹരമായ ദിവസങ്ങൾ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ അവസരങ്ങളാണ്. ദുആ ചെയ്യാൻ, അല്ലാഹുവിനോട് കാര്യങ്ങൾ പറയാൻ, പ്രയാസങ്ങൾ അവതരിപ്പിക്കാനൊക്കെയും നമുക്ക് അല്ലാഹു നൽകുന്ന വലിയ അവസരങ്ങളാണ് പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ ഈ ദിവസങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഹജ്ജ് അടുത്തടുത്ത് വരുമ്പോൾ മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ വേദനയുണ്ടാകണം. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് മനുഷ്യർ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ, പല സാഹചര്യങ്ങളിൽ ഉള്ള ആളുകൾ, ആ ആളുകൾ നിന്റെ അതിഥികളായി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലി നിന്റെ അരികിലേക്ക് വന്നിട്ടുണ്ടല്ലോ റബ്ബേ. നിന്റെ പരിശുദ്ധമായ കഅബാലയം കൊള്ള അവരെത്തിയിട്ടുണ്ടല്ലോ. അവർ പരിശുദ്ധമായ ഭൂമികളിലൂടെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എത്തിച്ചേരാനെന്നുള്ള ഹൃദയവേദന മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലുണ്ടാകണം. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പരിശ്രമിക്കുമായിരുന്നു. ആ പരിശ്രമങ്ങൾക്കപ്പുറം ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത വർഷങ്ങളിൽ ദുൽഹജ്ജ് ആകുമ്പോഴേക്ക് വളരെ പ്രയാസപ്പെടുമായിരുന്നു. അല്ലാഹുവേ, നീ നിന്റെ അതിഥിയായി എന്നെ വിളിച്ചില്ലല്ലോ റബ്ബേ. സ്വാലിഹീങ്ങളായ ആളുകളുടെ ചിന്തയാണ്. എപ്പോഴെങ്കിലും നമ്മുടെ ഖൽബിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു കരയുന്നത് കണ്ടപ്പോ ഒരു മനുഷ്യൻ ചോദിച്ചു, എന്തിനാണ് അബ്ദുല്ലാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? അതെനിക്ക് ഹജ്ജിന് പോകാൻ പറ്റിയില്ലല്ലോ. നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ എത്രയോ ഹജ്ജ് ചെയ്തില്ലേ അബ്ദുല്ലാ, ഇപ്പോഴും നിങ്ങൾ കരയുകയാണോ? അവിടുന്ന് പറഞ്ഞു, നമ്മുടെ നാട്ടിലെ സമ്പന്നനായ ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിലേക്ക് ഈ നാട്ടുകാരെയൊക്കെ ക്ഷണിച്ചു. അതിൽ നിന്ന് എന്നെ ഒഴിവാക്കിയാൽ എനിക്ക് സങ്കടം തോന്നില്ലേ? അതുപോലെ അള്ളാഹുവിനെ ആരാധിക്കുന്ന അടിമകളിൽ നിന്ന് ചിലരെ അല്ലാഹു തആല അവന്റെ അതിഥികളായി വിളിച്ചു. അതിൽ ഈ അബ്ദുള്ള ഇല്ലല്ലോ എന്ന സങ്കടം എന്റെ ഖൽബിലുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ഈ അബ്ദുള്ളയെ ഒരതിഥിയായി അള്ളാഹു പരിഗണിച്ചില്ലല്ലോ, അള്ളാഹു വിളിച്ചില്ലല്ലോ, അവന്റെ വിളി കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ. അറഫയിലോ മിനയിലോ മുസ്ദലിഫയിലോ ഞാൻ എത്തിച്ചേർന്നില്ലല്ലോ എന്ന സങ്കടം, അല്ലാഹ് നിന്റെ അതിഥിയാകുന്നതിൽ നിന്ന് ഞാൻ ദൂരെയായി പോയല്ലോ എന്ന് ആലോചിച്ച് പൊട്ടിക്കരഞ്ഞു സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു.
ഈ ചിന്ത നമ്മുടെയൊക്കെ കൽബിൽ വരണം. പരിശുദ്ധമായ ഹജ്ജ്, പരിശുദ്ധമായ ദീനിനെ, ഇസ്ലാമിനെ ലോകത്തിന് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തുകൾ, നിസ്കാരം, അതുപോലെ നോമ്പ്, സക്കാത്ത്, ഇവയെല്ലാം പരിശുദ്ധമായ ഇസ്ലാം കാര്യങ്ങളുടെ അവസാനം അഞ്ചാമത്തെ കാര്യമായിട്ടാണ് ഹജ്ജിനെ നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഹജ്ജിലുള്ളത്? ഹജ്ജ് ശരിക്കും നമ്മെ പരിശുദ്ധമായ ദീൻ എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് പോകുന്ന ഹാജിമാർ പരിശുദ്ധമായ കഅബാലയത്തെ വലം വെക്കുകയാണ്. പരിശുദ്ധമായ കഅബാലയം പടച്ചവനല്ല, പരിശുദ്ധമായ കഅബാലയം പടച്ചവനല്ല. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് ഈ ഭൂമിയിൽ സ്ഥാപിതമായ ആദ്യത്തെ ആരാധനാലയം ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. നമ്മെ പരിശുദ്ധമായ ദീനിന്റെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഹജ്ജ്. മുൻഗാമികളുടെ സ്മരണകൾ ഇരമ്പി വരുന്ന, അവരുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഇടമാണ് ഹജ്ജ്. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നോക്കൂ. നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ അനുധാവനങ്ങളെ അവിടെ നിന്ന് നമുക്ക് കാണാം. പൂർവീകരായ മഹത്തുക്കളുടെ ഓർമ്മ പുതുക്കുന്നത് കാണാം. പരിശുദ്ധമായ കഅബാലയം മനുഷ്യരാശിയുടെ ഓർമ്മ പുതുക്കി തരുകയാണ്. സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, അവിടെ നിങ്ങോട്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ മനുഷ്യകുലത്തിന്റെ എല്ലാ ചരിത്രത്തെയും ഉൾക്കൊള്ളുന്ന, മാനവികതയുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും ബന്ധിപ്പിക്കുന്ന, മനുഷ്യന്റെ ആരംഭത്തെയും മനുഷ്യന്റെ അവസാനത്തെയും യോജിപ്പിച്ചു തരുന്ന അള്ളാഹുവിന്റെ അതുല്യമായ ആരാധനാലയം. ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ചെല്ലുന്ന ഓരോ മുഅ്മിനും അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടല്ലേ ചെല്ലുന്നത്. അവിടെയുണ്ട് ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. മഹാനരായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കഅബാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കയറി നിന്ന ഒരു കല്ല് പരിശുദ്ധമായ കഅബയുടെ അരികിലില്ലേ. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. അതിന്റെ പിന്നിൽ നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ആ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ. ആ കല്ല് ഏത് കല്ലാണ്? ഇബ്രാഹിമിന്റെ പാദസ്പർശമേറ്റ കല്ല്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം നിർമ്മിക്കുന്ന നേരത്ത് കയറി നിന്ന കല്ല് നിഷേധിക്കാൻ കഴിയുമോ? പരിശുദ്ധമായ ഖുർആനല്ലേ. കഅബാലയത്തോട് ചേർന്ന് മഖാമു ഇബ്രാഹിമിനെ നമ്മൾ കാണുന്നില്ലേ? അതിന്റെ അരികിൽ നമ്മൾ എത്തുന്നില്ലേ? ആരെങ്കിലും മഖാമു ഇബ്രാഹിമിനെ ആരാധിക്കാൻ വേണ്ടിയാണോ ഇവിടെ നിന്ന് ഇഹ്റാമും ചെയ്ത് ഇവിടെ നിന്ന് പൈസ മുടക്കി അങ്ങോട്ട് പോയിട്ടുള്ളത്? തീർച്ചയായും അല്ല. എന്നാൽ മഖാമു ഇബ്രാഹിമിന്റെ മഹത്വം ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയല്ലേ. അത് സ്വാലിഹീങ്ങളുടെ പാദസ്പർശമേറ്റ കല്ലാണ്. നമുക്ക് പഠിക്കാൻ ഏറെയുണ്ട്. പരിശുദ്ധമായ ഹജ്ജ്, ആരാധന, ആദരവ്, ഇതെല്ലാം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന ആരും മഖാമു ഇബ്രാഹിമിന് സുജൂദ് ചെയ്യുകയല്ല, അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയാണ്. ഇബ്രാഹിമിന്റെ പാദസ്പർശമേറ്റ കല്ലിനെ ആദരിക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നു, ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നു. മഖാമു ഇബ്രാഹിം ഖിയാമത്ത് നാൾ വരെ കഅബാലയത്തിന്റെ ചാരത്ത് നിലനിർത്തിയിരിക്കുന്നു. അതൊരു വലിയ പാഠമാണ്. ആദരിക്കേണ്ടതിനെ ആദരിക്കണമെന്ന്, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണമെന്ന് അള്ളാഹു ആദരിച്ച മനുഷ്യർക്ക് അവരുടെ പാദസ്പർശങ്ങൾക്ക്, അവരുടെ സാന്നിധ്യങ്ങൾക്ക്, അവരുടെ ജീവിച്ചിരിക്കുന്ന അടയാളങ്ങൾക്ക്, അവർ ബാക്കി വെച്ചുപോയ ശേഷിപ്പുകൾക്കെല്ലാം വലിയ പുണ്യമുണ്ടെന്ന് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹാരഥന്മാരായ സ്വാലിഹീങ്ങളുടെ മഖാമുകളിൽ നമ്മൾ പോകാറില്ലേ? നമ്മൾ ആരും പോകുന്നത് അവരെ ആരാധിക്കാനല്ല, അവരെ അല്ലാഹു തആല ആദരിച്ചതുകൊണ്ടാണ്. അവര് നിന്ന സ്ഥലത്തിന്, ഇരുന്ന സ്ഥലത്തിന്, അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത ഇടങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന്, പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നത് പരിശുദ്ധമായ മഖാമു ഇബ്രാഹിമിലേക്ക് ചേർത്തുകൊണ്ടാണ്. ബുദ്ധിയുള്ള മനുഷ്യർക്ക് ആലോചിക്കാനാണ്. ആ കല്ലിന്റെ പ്രത്യേകത, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്നുകൊണ്ട് ചെയ്തത് ഇബാദത്താണ്.
അവിടെ നിന്ന് കഅബ പണിയുകയാണ്. അതുപോലെ മഹാരഥന്മാർ ഇരുന്ന സ്ഥലത്തിന് ബഹുമാനങ്ങളുണ്ട്, നടന്നുപോയ സ്ഥലങ്ങൾക്ക് ബഹുമാനങ്ങളുണ്ട്. ഒരു വലിയന്റെ, ഒരു നബിയുടെ, ഒരു സാലിഹായ മനുഷ്യന്റെ പരിശുദ്ധമായ അവരുടെ ഖബർസ്ഥാനുകളിലേക്ക് കടന്നു ചെല്ലുന്നതിലൂടെ പരിശുദ്ധമായ തൗഹീദ് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്ന മനുഷ്യരില്ലേ, അവർക്കല്ലേ തെറ്റിയത്. മഖാമു ഇബ്രാഹിം മുസല്ല, ഇതാ ഒരു കല്ല് കഅബാലയത്തിന്റെ ചാരത്ത്, ഇബ്രാഹിമിന്റെ പാദസ്പർശമേറ്റ കല്ല്, അതിന്റെ ചാര നിസ്കരിക്കൂ. ഒരു തൗഹീദും തെറിച്ചു പോകാനില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് നമ്മളൊക്കെ തൊട്ടുമുത്തണമെന്ന് ആഗ്രഹിക്കുന്ന, മുത്തം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കല്ലില്ലേ, ഹജറുൽ അസ്വദ് അല്ലേ അത്. ആ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഹാജി ഹജറുൽ അസ്വദിനെ ആരാധിക്കാനാണോ കഅബാലയത്തിൽ വരുന്നത്? ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഹാജി ഇത്രയെല്ലാം പൈസ മുടക്കി തൽബിയത്തും ചൊല്ലി വരുന്നത് ഹജറുൽ അസ്വദിനെ വണങ്ങാനാണോ? തീർച്ചയായും അല്ല. മറിച്ച് അതിനെ ആദരിക്കുകയാണ്, അതിനെ ബഹുമാനിക്കുകയാണ്, അതിനെ ചുംബിക്കുന്നതിലൂടെ തൗഹീദിനെ ഉറപ്പിക്കുകയാണ്, അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റുകയാണ്. ഇങ്ങനെ ഓരോന്നും നോക്കൂ. സംസം എവിടെ നിന്നാണ്? മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാമിന്റെ പാദസ്പർശമേറ്റ ഇടത്തു നിന്നാണെന്ന് നാം പഠിക്കുന്നില്ലേ, വായിക്കുന്നില്ലേ? മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ കുഞ്ഞിളം കാലുകൾ ഇട്ടടിച്ച സ്ഥലത്തു നിന്നുറവ പൊട്ടിയ സംസം ഹാജിമാര് കൊണ്ടുവരുന്നതും കാത്തു നമ്മൾ ഇരിക്കുന്നില്ലേ? അതിന് പുണ്യമുണ്ടെന്നല്ലേ? അതെന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത്, ആ ആഗ്രഹം, ആ കാര്യം നിറവേറി കിട്ടുമെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ അനുഗ്രഹങ്ങളുണ്ടെന്ന്, ബറക്കത്തുകളുണ്ടെന്ന്, മഹാരഥന്മാരുടെ സ്പർശനങ്ങൾക്ക്, അവരുടെ ഇടപാടുകൾക്ക് പരിശുദ്ധമായ ദീൻ അതിന്റെ അടിസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മെ തൗഹീദ് പഠിപ്പിച്ചു തരുകയാണ്. ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ വേണ്ടിയാണ്. സഈന് പോകുന്ന നേരത്ത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഓടിയ സ്ഥലമല്ലേ? മഹിളകളിലെ മഹാരത്നമായ ഹാജറ ബീവിയുടെ ഓർമ്മകളില്ലാത്ത സഈയില്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഓർമ്മയില്ലാത്ത കഅബയില്ല, മഹാനരായ ആദം അലൈഹിസ്സലാമിന്റെ ഓർമ്മയില്ലാതെ ഹജ്ജിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ഒരുമിച്ച് കൂടലുകളില്ല. ആ ത്യാഗവും ഓർമ്മകളുമെല്ലാം നമ്മുടെ മുൻഗാമികളെ അനുസ്മരിക്കുക എന്നുള്ളത് ദീനിന്റെ അടിസ്ഥാനമാണെന്ന്, ആദരവ് അടിസ്ഥാനമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, അവരുടെ സ്മരണ പുതുക്കാൻ. അതുകൊണ്ടൊരു തൗഹീദും ആർക്കും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ടൊരു ദീനും ആർക്കും നഷ്ടപ്പെടാനില്ലെന്ന് മാത്രമല്ല, ആദരിക്കുന്നതിനെ ആദരിച്ചില്ലെങ്കിൽ അവന്റെ ദീന് പൊളിഞ്ഞു പോകുമെന്നല്ലേ? ഞാൻ മഖാമു ഇബ്രാഹിമിനെ ആദരിക്കില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് ഖുർആനിനെ നിഷേധിക്കലല്ലേ? ഹജറുൽ അസ്വദിന്റെ പുണ്യത്തെ ആദരിക്കാതെ വന്നാൽ, സംസം കിണറിനെ തള്ളിപ്പറയേണ്ടി വന്നാൽ, അവിടെയെല്ലാം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ജീവിച്ചു കാണിച്ച മാർഗം അത് സത്യമാണെന്ന്, ശരിയാണെന്ന് നമ്മുടെ മുൻഗാമികളായ വാപ്പവല്യുപ്പമാരുടെ, കാരണവന്മാരുടെ, ഈ ഖബർസ്ഥാനിലെ മീസാൻ കല്ലുകൾക്ക് ചുറ്റുമുറങ്ങുന്ന നമ്മുടെ മുൻഗാമികൾ ജീവിച്ചിരുന്നൊരു ശൈലിയും മാർഗവും, ആ മാർഗമാണ് യഥാർത്ഥ ദീനെന്ന് നമ്മെ ഹജ്ജ് പഠിപ്പിച്ചു തരുകയാണ്. അള്ളാഹു നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വരാനുണ്ട് നല്ലൊരു ദിവസം, അറഫയുടെ ദിവസം, 9ാമത്തെ ദിവസം, ദുൽഹജ്ജ് 9 അറഫയുടെ ദിവസമാണ്. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ അത് വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ നാട്ടിലെയും ഉദയാസ്തമയങ്ങൾക്കനുസരിച്ച്, ഓരോ നാട്ടിലെയും ചന്ദ്രോദയാസ്തമയങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ആ നാട്ടിലെ ഇബാദത്തുകൾ തീരുമാനിക്കപ്പെടുക. അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ബുധനാഴ്ച അറഫയുടെ ദിവസമാണ്. ചൊവ്വാഴ്ച ഹജ്ജിന് പോയ ഹാജിമാരൊക്കെ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ്. അറഫയുടെ ദിവസം വലിയ ശ്രേഷ്ഠമായ ദിവസമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അത് അറഫയുടെ ദിവസത്തെ പ്രാർത്ഥനയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പല കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? പല കാര്യങ്ങൾക്കും നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനോട് പറയണം, നല്ലൊരു സമയത്ത് ദുആ ഇറക്കണമെന്ന് നാം വിചാരിക്കുന്നില്ലേ? ഇതാ അറഫയുടെ ദിവസം, അറഫയുടെ ദിവസത്തെ ദുആ അത് ഖൈറായ പ്രാർത്ഥനയാണ്, ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്, ഉന്നതമായ പ്രാർത്ഥനയാണ്. കൈനീട്ടിക്കോ, അള്ളാഹു തട്ടാത്ത ദിവസമാണ് അറഫയുടെ ദിവസം. രണ്ടാമത്, അറഫയുടെ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നരകമോചനം നടത്തുന്ന ദിവസമാണെന്ന്, അതിനേക്കാൾ
നരകമോചനം നടത്തുന്ന ദിവസമില്ലെന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും നരകമോചിതരാകാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ മോചനം നൽകപ്പെട്ട അടിമകളുടെ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടണം. അതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അറഫയുടെ ദിവസം അല്ലാഹു ധാരാളമായി നരകമോചനം നൽകുന്ന ദിവസമാണ്. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ, അല്ലാഹുവിന്റെ അരികിലേക്ക് പോകാൻ വേണ്ടി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ 3 ആളുകളെ, ആ മനുഷ്യരിൽ നിന്ന് 3 വിഭാഗം ആളുകളെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുമെന്നാണ്. മലക്കുകൾ അവരുടെ കൈ പിടിക്കുമെന്നാണ്. മലക്കുകൾ അവരെ ആലിംഗനം ചെയ്യുമെന്നാണ്. ആ കൂട്ടത്തിലെ ഒരു വിഭാഗം അറഫയുടെ ദിവസം നോമ്പെടുത്ത ആളുകളാണെന്ന് മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. അറഫയുടെ ദിവസം നോമ്പെടുത്ത ആളുകൾ അവര് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോകുന്ന ദിവസം അവരെ മലക്കുകൾ ആലിംഗനം ചെയ്യും. അതുപോലെ ഇബ്ലീസ് ഏറ്റവും അധികം സങ്കടപ്പെടുന്ന ദിവസങ്ങളിൽ ഒന്നാണ് അറഫയുടെ ദിവസം. ഈ ഉമ്മത്തിന് പ്രത്യേകമായ ദിവസം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന. തുല്യമായ ഒരു ഉമ്മത്തിനും കിട്ടാത്ത ഏറ്റവും അതുല്യമായ ദിവസം അറഫയുടെ ദിവസമാണ്. ആ അറഫയുടെ ദിവസത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. അന്നത്തെ ദിവസം നോമ്പെടുക്കണം, ധാരാളമായി ഇബാദത്തുകൾ ചെയ്ത് ദിക്റ് ചൊല്ലി അല്ലാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ അറഫയുടെ ദിവസം അധികരിപ്പിച്ചിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കും അറഫയുടെ ദിവസം അധികരിപ്പിക്കാനുള്ള, അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് നല്ലവരായി ജീവിക്കുവാനുള്ള ആ ദിവസത്തെ നാം നല്ലതുപോലെ ഗൗനിക്കേണ്ടവരാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ദിക്റാണല്ലോ അത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ അവിടുന്ന് അന്നത്തെ ദിവസം ധാരാളമാക്കിയിരുന്നു. ആ ദിവസത്തെ ആദരിച്ചു ബഹുമാനിച്ചുകൊണ്ട് നോമ്പെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്ത് നോമ്പ്, അന്നത്തെ ദിവസത്തെ നോമ്പിന് വലിയ പുണ്യമാണ്. പരിശുദ്ധമായ അറഫയുടെ ദിവസത്തെ നോമ്പ് യുകഫിറുസ്സനത്തൽ മാദിയ വൽ ബാഖിയ, 2 കൊല്ലത്തെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന നോമ്പാണെന്ന്. കഴിഞ്ഞുപോയ ഒരു കൊല്ലവും വരാനുള്ള ഒരു കൊല്ലവും പാപങ്ങൾ പുറത്തു കിട്ടുന്ന നോമ്പാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നോമ്പിന് 2 കൊല്ലത്തെ കൂലി കിട്ടുന്ന നോമ്പാണ് അറഫയുടെ നോമ്പ്. ആ നോമ്പ് ദുൽഹജ്ജ്, നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9-ന്റെ അന്ന് ആ നോമ്പെടുക്കാൻ നമ്മളൊക്കെയും തയ്യാറാകണം. ചില നോമ്പുകൾക്ക് കിട്ടുന്ന വലിയ അപാരമായ പുണ്യമാണത്. അള്ളാഹു അതൊക്കെ നമുക്ക് എടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പറ്റുന്നവരെ യൗമുത് തർവിയയുടെ ദിവസം നോമ്പെടുക്കണം. ദുൽഹജ്ജ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു 10 ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ്. പലപ്പോഴും പല ആളുകൾക്കും പല പ്രയാസങ്ങൾ കൊണ്ട്, വിഷമങ്ങൾ കൊണ്ടൊക്കെ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പരിശുദ്ധമായ അറഫയുടെ ദിവസം നോമ്പെടുക്കുന്ന കാര്യത്തിൽ ആരും ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. അറഫയുടെ ദിവസം നോമ്പെടുക്കുന്ന കാര്യത്തിൽ ആരും ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അവസരം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നോമ്പെടുക്കാൻ നമ്മളൊക്കെയും തയ്യാറാകണം. സുന്നത്ത് നോമ്പല്ലേ നിസാരാക്കി കളയാമെന്ന് വിചാരിക്കരുത്. യുകഫിറുസ്സനത്തൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞുപോയൊരു കൊല്ലവും വരാനിരിക്കുന്ന ഒരു കൊല്ലവും അള്ളാഹു നൽകുന്ന ഈ ഓഫർ, അള്ളാഹുവിന്റെ അടിമകളൊക്കെ ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫയിൽ കൂടുമ്പോൾ അതിന് നമ്മുടെ ഐക്യദാർഢ്യം, ആ കൂട്ടത്തിൽ നമ്മുടെ ദുആയും അള്ളാഹു സ്വീകരിച്ചാൽ, നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടിയാൽ എത്ര സന്തോഷമാണ്. അപ്പോ നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കണം. ഈ സുന്നത്ത് നോമ്പിന്റെ കാര്യം പറയുമ്പോൾ ചില ആളുകളൊക്കെ അതിനെ നിസാരാക്കി കാണാറുണ്ട്. അറഫയുടെ നോമ്പ് അങ്ങനെ നിസാരാക്കരുത്. കഴിഞ്ഞ 2-3 സുന്നത്ത് നോമ്പൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നി, ഇനി പറയണോ വേണ്ടയോ എന്ന്. വേറൊന്നും കൊണ്ടല്ല, വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചായക്കടയിലൊക്കെ ഇരുന്ന് ചില ആളുകൾ ചായ കുടിക്കുന്നുണ്ട്. ഇപ്പം വിചാരിക്കും രോഗമുള്ള ആളുകൾക്ക് നോമ്പെടുക്കാൻ പറ്റൂലല്ലോ. ഒരാൾ കഴിഞ്ഞ സുന്നത്ത് നോമ്പിന് ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ ഒരാൾ ഉസ്താദെ ചായ വേണോന്ന് അറിയാണ്ട് എന്നോടും ചോദിച്ചു. പത്തിരിയുണ്ട്, ചായ ഉണ്ടെന്ന്. പിന്നെ മൂപ്പര ഓർത്ത് ചിലപ്പോൾ നോമ്പായിരിക്കുമല്ലോ എന്നുള്ളത്. സ്നേഹം കൊണ്ട് വിളിച്ചതാണ് ഞാൻ പറയുന്നത്. ഈ നോമ്പൊക്കെ നമ്മുടെ ആയുസ്സിൽ അടുത്ത കൊല്ലം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പൊ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ നോമ്പെടുക്കണം. സുന്നത്ത് നോമ്പല്ലേ എന്ന് കരുതിയിട്ട് അതിന്റെ പ്രാധാന്യം നമ്മൾ കുറച്ച് കളയരുത്.
സുന്നത്ത് നോമ്പല്ലേ, അത് പോകട്ടെ എന്ന് വിചാരിക്കരുത്. അതിനൊക്കെ കിട്ടുന്ന ഫലം വലുതാണ് എന്ന് മനസ്സിലാക്കി ഒരു ദിവസമല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോമ്പെടുത്താൽ 2 കൊല്ലത്തെ കൂലി കിട്ടുമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ആ ദിവസം നാം ഉപയോഗപ്പെടുത്തണം. നേരത്തെ പറഞ്ഞ ഹദീസ്, അള്ളാഹു തആല സ്വർഗം നിർബന്ധമാക്കി തരുന്ന രാത്രികളിൽ പെട്ടതാണ് അറഫയുടെ രാത്രി. 3-ാമത്തെ രാത്രി ദുൽഹജ്ജ് 10 പരിശുദ്ധമായ പെരുന്നാളിന്റെ ദിവസമാണ്. പെരുന്നാളിന്റെ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ പെട്ടതാണ് പെരുന്നാളിന്റെ ദിവസം. പെരുന്നാൾ എന്ന് വെറുതെ പറയുകയല്ല, അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് വന്ന് തക്ബീറുകൾ മുഴക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ആ ദിവസത്തെയും ആദരിക്കാനും ബഹുമാനിക്കാനും നാം തയ്യാറാകണം. ഉദ്ഹിയ്യത്തിന്റെ കർമ്മങ്ങളൊക്കെ ചിട്ടയോടുകൂടി ചെയ്യണം. പെരുന്നാൾ ദിവസത്തെ സുന്നത്താണ് കുളിക്കുക എന്നുള്ളത്. പെരുന്നാളിന് വേണ്ടി ഒരു പ്രത്യേകമായ കുളി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അത് മഹാന്മാരായ മുൻഗാമികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെരുന്നാൾ ദിവസം കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക അന്നത്തെ ദിവസത്തെ സുന്നത്താണ്. അതിന് പുതിയത് തന്നെ വേണമെന്നില്ല, പുതിയത് കിട്ടിയാൽ ഏറ്റവും നല്ലത്. പുതിയതില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും മുന്തിയ വസ്ത്രം, നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പെരുന്നാളിന് പുറപ്പെടുക. സുഗന്ധം പൂശുക എന്നുള്ളത് സുന്നത്താണ്. ശ്രദ്ധിച്ചാൽ ധാരാളം സുന്നത്തുകൾ കിട്ടാനുള്ള ദിവസമാണ് പെരുന്നാളിന്റെ ദിവസം. സുഗന്ധം പൂശുക എന്നുള്ളത് സുന്നത്താണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലിയ പെരുന്നാളിന്റെ ദിവസം ഭക്ഷണം കഴിക്കേണ്ടത് നിസ്കാരത്തിന് ശേഷമാണ്. ചെറിയ പെരുന്നാളിന്റെ ദിവസം നിസ്കാരത്തിന് മുമ്പും, വലിയ പെരുന്നാളിന്റെ ദിവസം ഭക്ഷണം കഴിക്കേണ്ടത് നിസ്കാരത്തിന് ശേഷവുമാണ്. അപ്പോ വലിയ പെരുന്നാൾ നിസ്കാരം അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതിന്റെ അർത്ഥം രാവിലെ ചായ കുടിക്കേണ്ടെന്നൊന്നും അല്ല, മറിച്ച് പെരുന്നാളിന്റെ ആ വിശാലമായ ഭക്ഷണം അത് നിസ്കാരത്തിന് മുമ്പല്ല, നിസ്കാരത്തിന് ശേഷമാണ്. വളരെ പ്രത്യേകതയുള്ളതാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. അറഫയുടെ ദിവസം മുതൽ നമ്മൾ തക്ബീർ ചൊല്ലും. ആ തക്ബീറുകൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി, നമ്മുടെയൊക്കെ പെരുന്നാൾ ദിവസത്തിന്റെ ഭാഗമായി പരമാവധി തക്ബീറുകൾ ചെല്ലണം. അന്നത്തെ ദിവസം നമുക്ക് കിട്ടുന്ന ഒരു വലിയ സുന്നത്താണ്. അതിന് വലിയ പ്രതിഫലം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ പള്ളികളിലേക്ക് നേരത്തെ വരിക. നമ്മുടെ പള്ളിയിൽ 8 മണിക്കാണ് നിസ്കാരം. അതുകൊണ്ട് 7:50 വന്ന് ബാക്കിൽ കൂടാമെന്ന് വിചാരിക്കുന്നതിന് പകരം ആയുസിൽ ഒരു പെരുന്നാളാണ്, ആയുസിൽ നമുക്ക് കിട്ടുന്ന അവസരമാണ്. കുറച്ച് നേരത്തെ വന്നിരുന്ന് തക്ബീറൊക്കെ ചെല്ലാൻ, നേരത്തെ തന്നെ പെരുന്നാൾ നിസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ നടന്നു വരിക, ഒരു വഴിയിലൂടെ വന്ന് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുക എന്നുള്ളത്. ദൂരത്തുള്ള ആളുകൾ വാഹനത്തിൽ വരുന്നവരാണ്, അടുത്തൊക്കെയുള്ള ആളുകൾ നടന്നു വരാൻ സൗകര്യപ്പെടുന്ന ആളുകൾ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി പള്ളികളിലേക്ക് നടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാൾ ദിവസത്തിന്റെ സുന്നത്തുകൾ എടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പെരുന്നാൾ നിസ്കാരം ഒരു വലിയ സുന്നത്താണ്. അതിനുശേഷമുള്ള ഖുതുബയെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്നത്തെ ദിവസം ദാനധർമ്മങ്ങൾ സ്വതക്ക കൊടുക്കുന്ന കാര്യത്തിൽ, അന്നത്തെ ദിവസം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ധർമ്മം ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. അന്നത്തെ ദിവസത്തെ സ്വതക്കയ്ക്ക് വലിയ പുണ്യമുള്ളതാണ്. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ അന്നത്തെ ദിവസം ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. പരസ്പരം ആശംസാ വചനങ്ങൾ പറഞ്ഞ് കൈമാറി സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോവുക. അന്നത്തെ ദിവസം നമ്മുടെയൊക്കെ നാടുകളിൽ പെരുന്നാളാകുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ചില പോസ്റ്ററുകളുണ്ട്. പെരുന്നാൾ നിസ്കാരം, മുസ്ലിമായ മനുഷ്യന്റെ പെരുന്നാൾ നിസ്കാരം അത് പള്ളികളിലാണ്. മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളൊക്കെ അതിൽ യോജിക്കുകയാണ്. പള്ളി വിശാലമല്ലാത്ത സമയത്ത്, പള്ളിയിൽ വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈദ്ഗാഹുകളിൽ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ചില മദ്ഹബുകളിൽ ഈദ്ഗാഹുകളെ കുറിച്ച് കാണാം. ആ ഈദ്ഗാഹുകൾ പ്രത്യേക നിബന്ധനയൊത്ത പ്രദേശങ്ങളാണ്. കാലികളോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും കടന്നു കയറാതെ വളരെ സുരക്ഷിതമായി കെട്ടിത്തിരിച്ച് അതിനുവേണ്ടി സൗകര്യപ്പെടുത്തിയ ഇടങ്ങൾ ചില മദ്ഹബുകളിൽ കാണാം. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന മുസ്ലിം സഹോദരങ്ങൾ ഐക്യപ്പെട്ടു നിൽക്കേണ്ട സമയത്താണ് നമ്മളുള്ളത്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ വായിക്കുകയാണ്. ആ സമയത്ത് മുസ്ലിം സഹോദരങ്ങൾ ഐക്യപ്പെട്ട സമയത്ത്, ഐക്യപ്പെടേണ്ട സമയത്ത്, മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് ഒരു പെരുന്നാളിന്റെ ദിവസം ഒരു മഹല്ലിലെ കുറെ ആളുകളെ വിളിച്ചു കൊണ്ടുപോയി വല്ല കാലിച്ചന്ത
കാലിച്ചന്തയിലോ കളിസ്ഥലത്തോ ടർഫുകളിലോ സ്റ്റേഡിയങ്ങളിലോ തെരുവുകളിലോ നിസ്കാരം എന്ന പേരിൽ നടത്തുന്ന ഈ സർക്കസുകൾ അത് നിസ്കാരത്തിന്റെ പരിധിയിലെത്തുമോ എന്നറിയില്ല. ആളുകൾ കാർക്കിച്ചു തുപ്പുന്ന റോഡുകൾ, കുട്ടികൾ കളിച്ച് ചവിട്ടി തേച്ച് അവരുടെ തുപ്പലും ഉമനീരും ചെളിയും എല്ലാം പുരണ്ട ടർഫുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും കാലികളെ കച്ചവടം ചെയ്യുന്ന ചന്തകൾ, അവിടെയൊക്കെ അതിന്റെ മൂലയിലൊക്കെ കുറെ ആളുകളെ കൂട്ടി നടത്തുന്ന ഈ പ്രഹസനം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം എന്ന നിലയിൽ ഈ ദിവസം അവർ പള്ളിയിലേക്ക് വരട്ടെ, പരസ്പരം കാണട്ടെ, പരസ്പരം ആശംസകൾ പങ്കുവെക്കട്ടെ, അവരുടെ മുൻഗാമികളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യട്ടെ. അതൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഓരോ മഹല്ലിലെയും കുറച്ചു ആളുകളെ അടർത്തിയെടുത്ത് ഏതെങ്കിലുമൊക്കെ കാലിച്ചന്തകളിൽ കൊണ്ടുപോയി നടത്തുന്ന ഈ പ്രഹസനം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ആഗ്രഹിക്കുന്നവരെ, ഫാസിസം തലയ്ക്കുമീതെ നിൽക്കുന്ന ഈ നേരത്ത് ബംഗാളിന്റെ വർത്തമാനങ്ങൾ നമ്മൾ വായിക്കുന്നു. ആ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് മഹല്ലത്തുകളിൽ ഉണ്ടാക്കുന്ന അത്തരം ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കേണ്ടതാണ്. അത് മാത്രമല്ല, അതൊന്നും ഒരു മദ്ഹബിന്റെ ഇമാമിങ്ങളും അംഗീകരിച്ചതല്ല. മുൻഗാമികളുടെ മാതൃക അങ്ങനെയല്ല. പള്ളികളിൽ ഒത്തുകൂടി സുഗന്ധം പുരട്ടി, പള്ളികളെക്കാൾ നല്ല സ്ഥലം എവിടെയാണുള്ളത്? ആ പള്ളികളിൽ നടത്തുന്ന തക്ബീറുകളുടെ അകമ്പടിയുള്ള സുഗന്ധമുള്ള പെരുന്നാൾ നിസ്കാരങ്ങൾ, പരസ്പരമുള്ള ആലിംഗനങ്ങൾ, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമല്ലേ? ഹൃദയത്തോട് ഹൃദയം ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ആലിംഗനങ്ങൾ, ആശംസാവചനങ്ങൾ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ഐക്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ഐക്യം നൽകുമാറാകട്ടെ. മുസ്ലിം സഹോദരങ്ങൾ നിസ്കാരങ്ങൾക്ക് അതുകൊണ്ട് പള്ളികൾ, അതാത് മഹല്ലുകൾ തിരഞ്ഞെടുക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹല്ല് പള്ളികളിലുള്ള നിസ്കാരങ്ങളും പരസ്പരം നമ്മുടെ കാരണവന്മാർ, നമ്മുടെ കുഞ്ഞുമക്കൾ, അടുത്ത തലമുറ, ഇവരെയൊക്കെ കാണാൻ കിട്ടുന്നൊരവസരം, നമ്മുടെ മുൻഗാമികളുടെ ഓർമ്മ പുതുക്കാൻ കിട്ടുന്നൊരവസരം, അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. പെരുന്നാളിന് ശേഷമുള്ള ഉളുഹിയ്യത്തിന്റെ കർമ്മങ്ങൾ എല്ലാവരും അതിൽ ബന്ധപ്പെടുകയും അതിന്റെ വിതരണത്തിലും അതിന്റെ ഇടപാടുകളിലും അതിന്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മൾ സജീവമായി, അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെയും അത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നവരാണ്. ചെറുപ്പക്കാരും കാരണവന്മാരും ഒക്കെ അത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടണം. അള്ളാഹു അതിനുള്ള ആഫിയത്ത് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ആഫിയത്ത് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ നല്ലപോലെ ഇബാദത്ത് ചെയ്യാനും ദുആ ചെയ്യാനും പരിശുദ്ധമായ പെരുന്നാൾ ദിവസത്തെ നന്നായി ആദരിച്ചു ബഹുമാനിച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ കൂടുതൽ തക്ബീറുകൾ ചൊല്ലി അള്ളാഹു നരകമോചിതരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മെ എല്ലാം റബ്ബ് ചേർത്തു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.